രാജ്യത്ത് നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാരും സേനയും. സാധുവായ രേഖകളില്ലാതെ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങിയതിന് 548 വിദേശ പൗരന്മാരെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് പുറപ്പെടുവിച്ച നാടുകടത്തൽ ഉത്തരവുകളും നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ച് ഇവരെയെല്ലാം തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് അയച്ചു. ഒരു വർഷം നീണ്ടുനിന്ന ഈ ഓപ്പറേഷനിൽ ഒന്നിലധികം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഓപ്പറേഷണൽ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രത്യേക സംഘങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതൽ പിടികൂടിയത് ഫോറിനേഴ്സ് സെൽ, തുടർന്ന് നിഹാൽ വിഹാർ, മുൻക എന്നിവയാണ്. റാണിബാഗ്, റാൻഹോള, പശ്ചിം വിഹാർ ഈസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ എന്നിവയാണ് ഡ്രൈവിൽ സംഭാവന നൽകിയ മറ്റ് യൂണിറ്റുകൾ. പിടിയിലായ വിദേശികളുടെ ദേശീയത കണക്കിലെടുത്താണ് ഭൂരിഭാഗവും ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണെന്നും തുടർന്ന് നൈജീരിയയിൽ നിന്നുള്ളവരാണെന്നും കണ്ടെത്തി. ഐവറി കോസ്റ്റ്, ഘാന, സെനഗൽ, കാമറൂൺ, നൈജർ, ലൈബീരിയ, റഷ്യ, ഗിനിയ, സിയറാലിയോൺ, ഗാംബിയ എന്നീ രാജ്യക്കാരാണ് മറ്റ് രാജ്യക്കാർ. അറസ്റ്റിലായ എല്ലാ വ്യക്തികളും സാധുവായ വിസയോ യാത്രാരേഖകളോ ഇല്ലാതെ ഔട്ടർ ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നവരാണെന്ന് കണ്ടെത്തിയതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വ്യക്തികൾക്ക് നാടുകടത്തൽ ഉത്തരവുകൾ ലഭിച്ചു. തുടർന്ന് അവരെ തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ IPSന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടത്തിലാണ് ഈ ഓപ്പറേഷൻ നടന്നത്. ക്രമസമാധാന പാലനത്തിലും അനധികൃത താമസം തടയുന്നതിലും ജില്ലാ പോലീസിന്റെ തുടർച്ചയായ പ്രതിബദ്ധതയാണ് ഈ ഡ്രൈവ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സുരക്ഷയും ഇമിഗ്രേഷൻ നിയമങ്ങളും പാലിക്കലും ഉറപ്പാക്കൽ ഇത്തരം ജാഗ്രതാ നടപടികൾ തുടരുമെന്ന് ഔട്ടർ ജില്ലാ പോലീസ് ആവർത്തിച്ചിട്ടുണ്ട്. അതേസമയം തലസ്ഥാനത്ത് നിയമവിരുദ്ധ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ തുടരുന്ന ഡൽഹി പോലീസിന്റെ ഒന്നിലധികം സംഘങ്ങൾ ഷെൽട്ടർ ഹോമുകൾ, റെയിൽവേ ട്രാക്കുകൾ, ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ, DDA പാർക്കുകൾ, സ്ക്രാപ്പ് ഡീലർ സൈറ്റുകൾ എന്നിവ പരിശോധിക്കുകയും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകളുമായും മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷനുകളുമായും സംസാരിക്കുകയും ചെയ്തിരുന്നു. മുൻപ് ഡൽഹി പോലീസ് നടത്തിയ ഒരു റെയ്ഡിൽ പുറം ജില്ലയിലെ പീരാഗർഹി മേഖലയിൽ നിന്നുള്ള 3 നിയമവിരുദ്ധ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. പീരാഗർഹി ക്യാമ്പ് ഏരിയയിലെ ഒരു അനൗപചാരിക വീട്ടിൽ താമസ സൗകര്യം തേടുന്ന ബംഗാളി സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളേക്കുള്ള വിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് നടന്നതെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അധികാരികൾ അവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങിയെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ 3 പേരും ആദ്യം പറഞ്ഞത് തങ്ങൾ പശ്ചിമ ബംഗാൾ നിവാസികളാണെന്നും അതുവഴി കടന്നു പോവുകയായിരുന്നുവെന്നും, എന്നാൽ തീവ്രമായ ചോദ്യം ചെയ്യലിലൂടെ അവർ തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തി. വടക്കൻ ബംഗ്ലാദേശിലെ കുരിഗ്രാമിൽ നിന്നുള്ള സഫറുദ്ദീൻ ഇബ്രാഹിം, തെക്കൻ ബംഗ്ലാദേശിലെ ബർഗുണയിൽ നിന്നുള്ള സൊറാബ് എന്നിവരാണ് അറസ്റ്റിലായതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. രാജ്യത്തിനകത്തെ സുരക്ഷാ നടപടികൾ ദിനം പ്രതി കൂടുതൽ ശക്തമാക്കിയതിന്റെ ഭാഗമായിട്ടാണ് കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ എന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കാർമ ന്യൂസ്.